ഹല്ലേലൂയ. വലിയൊരു അത്ഭുത സാക്ഷ്യം നമ്മൾ കേൾക്കാൻ പോകുന്നത്. എന്താ പേരെന്താ? ബിൻസിയുടെ വീട് മണ്ണൂര്, കെട്ടിച്ചേക്കുന്ന അടൂര്. അടൂര് കോഴിക്കലത്തച്ഛൻ്റെ പള്ളി. ആ സ്ഥല പേരെന്നാ? പുതുശ്ശേരി പള്ളിയിൽ കോഴിക്കലത്തച്ഛൻ ഇരിക്കുമ്പോൾ അവിടെ ഞാനൊരു വൺ ഡേ കൺവെൻഷൻ ചെയ്തിരുന്നു. അന്ന് ഈ മകള് അവിടെ ഒരു വിഷയം പ്രാർത്ഥിക്കാൻ വന്നു. പ്രാർത്ഥിച്ചു. ദൈവം ചെയ്ത ഒരു അത്ഭുതം നമ്മൾ കേൾക്കുക. എന്നെ കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷമായി. ഒരു മോളുണ്ട്, 19 വയസ്സുണ്ട്. അത് കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞിട്ടും പിന്നെ കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി. അപ്പോൾ പറഞ്ഞു യൂട്രസിനകത്ത് മുഴയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലീഡിങ് ഒക്കെ ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞുങ്ങളെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പ്രാവശ്യം ഇപ്പോൾ 2 വർഷത്തിന് മുമ്പേ കോയിക്കലച്ചൻ്റെ അടുത്ത് ഞാൻ പാടാൻ പോവായിരുന്നു. അവിടെ ബ്രദർ ശുശ്രൂഷയ്ക്ക് വന്നു. അങ്ങനെ ബ്രദർ പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന 2 പേർക്ക് യൂട്രസിനകത്ത് മുഴയുണ്ട്. ആ 2 പേരെ എണ്ണിക്കാൻ പറഞ്ഞു. ഞാനും എണ്ണിച്ചു, മറ്റേ സിസ്റ്ററും എണ്ണിച്ചു. അങ്ങനെ ഞങ്ങൾ 2 പേരോടും പറഞ്ഞു ഈ മുഴ നിങ്ങളിൽ നിന്ന് മാറാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് വിശ്വാസമായില്ല. എങ്കിലും ഞാൻ പിന്നെയും ഡോക്ടർ പറഞ്ഞായിരുന്നു അത് സർജറി ചെയ്യണമെന്ന്. 2ാമത് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഡോക്ടർ ചോദിച്ചു സർജറി ചെയ്യണമെന്ന് പറഞ്ഞത് യൂട്രസിനകത്ത് മുഴ കാണുന്നില്ല, അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ 4 മാസം പ്രഗ്നൻ്റ് ആണ്. എൻ്റെ മൂത്ത മോക്ക് 19 വയസ്സുണ്ട്. ഇതാണ് കർത്താവിൻ്റെ കരുണ. യൂട്രസിലെ മുഴ വറ്റിപ്പോയി, അപ്രത്യക്ഷമായി. ഈ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അതിനുശേഷം 19ാമത്തെ വർഷം ഇപ്പോൾ ഈ മകള് 4 മാസം ഗർഭിണിയാണ്. മത്തായിയുടെ സുവിശേഷം 14:14 ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവൻ അവരോട് അനുകമ്പ തോന്നി. അവരുടെ ഇടയിലുണ്ടായിരുന്ന എല്ലാ രോഗികളെയും അവൻ സൗഖ്യമാക്കി. ലൂക്കാ 4:40 വൈകുന്നേരമായപ്പോൾ അനേകം രോഗികളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അവരുടെ മേൽ കൈകൾ വെച്ച് അവരെ സൗഖ്യപ്പെടുത്തി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത്ഭുതകരമായിട്ട്
കർത്താവ് സ്പർശിച്ച് ഇവിടെ യൂട്രസിലെ മുഴ അപ്രത്യക്ഷമായി. ഹല്ലേലൂയ. ഇത് കർത്താവിൻ്റെ വലിയ ഒരു അത്ഭുത പ്രവൃത്തിയാണ്. യേശുവിൻ്റെ കരുണയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഒരു നിമിഷം ഈ മകൾക്ക് ഇവിടെ നിന്ന് സ്തുതിക്കാം. ഇവിടെ ഉദരത്തിലെ കുഞ്ഞൊക്കെ ഒന്ന് അഭിഷേകം ചെയ്യപ്പെടാൻ വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഇവിടെ പരിശുദ്ധാത്മാവിനെ നിറയട്ടെ. ഉദരത്തിലുള്ള കുഞ്ഞ് പരിശുദ്ധാത്മാവിനെ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ ആരോഗ്യത്തോടെ കുഞ്ഞിനെ ഈ മകൾക്ക് ലഭിക്കട്ടെ. ഈ കുഞ്ഞ് ഒരു അനുഗ്രഹമായി തീരട്ടെ. ആമേൻ. കർത്താവായ യേശുവേ, വന്ധ്യമായിരിക്കുന്ന ഗർഭപാത്രങ്ങളെ അങ്ങ് തൊടണമേ. മക്കൾക്ക് ജന്മം നൽകാൻ കവണ്ടില്ലാത്തവർക്ക് കവണ്ട് വർദ്ധിക്കട്ടെ. അവരുടെ എണ്ണം പെരുകി ഇരട്ട കുട്ടികളെ ഒറ്റ പ്രസവത്തിൽ 3-4 കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. എൻ്റെ യേശുവേ, എൻ്റെ നല്ല ദൈവമേ, മക്കളില്ലാത്തവരെ, മക്കളെ ആഗ്രഹിക്കുന്ന മുഴുവൻ പേരുടെ മേലും അത്ഭുത ദൈവിക ശക്തി കടന്നു പോവട്ടെ. വന്ധ്യമായിരിക്കുന്ന ഗർഭപാത്രങ്ങളിൽ മക്കൾ പിറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ആമേൻ.